നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ജർമ്മനിയിലുള്ള പ്രിയ സഭയെ ഒത്തിച്ച് വചനമായി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച എല്ലാ സാവകാശങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഷാജി പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു, യാത്രയിലായിരിക്കും, അതുകൊണ്ട് ശേഷം ജോയിൻ ചെയ്യുമെന്നെല്ലാം അറിയിച്ചിരുന്നു. എല്ലാ സഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്ന പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സഹോദരി ധന്യ കൃപയാൽ അവിടെ സന്തോഷമായിരിക്കുന്നെന്ന് അറിയുന്നു. അതിനെല്ലാം നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാത്തിനുമായി നന്ദിയെ പറയുന്നു. എൻ്റെ ശബ്ദമെല്ലാം വ്യക്തമായി കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആവശ്യമുണ്ടോ? ക്ലിയർ ആ പാസ്റ്റങ്ങളെ. അപ്പോൾ കർത്താവിൻ്റെ വയൽ പ്രദേശത്തായിരിക്കുന്നു, ആഗ്രയുടെ ദേശത്ത്, ഉത്തർപ്രദേശിൽ. ഡൽഹിയിൽ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്താണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൂടെ. പലർക്കും അതെല്ലാം അറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ ഒരു അറിവിലേക്കായിട്ട് കാര്യങ്ങളെ എല്ലാം ചേർക്കുന്നു. ദൈവമക്കള് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ സകല വിടുതലുകളും ഈ ദേശത്ത് കാണുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ അത് വ്യക്തമായിട്ട് ഞങ്ങൾ അറിയുന്നുമുണ്ട്. അപ്പോൾ തുടർച്ചയായി പ്രാർത്ഥിക്കുക. അന്ധകാര മണ്ഡലങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട്, വലിയ വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. ഖേദകരമാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ട് കാണും ഒരു പക്ഷേ, ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരമുള്ള ഹാത്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാബയുടെ മീറ്റിങ്ങിനായിട്ട് ഏകദേശം 1-2 ലക്ഷം പേരാണ് അവിടെ വന്ന് ചേർന്നത്. എന്നിട്ട് അവര് തിരിച്ച് മടങ്ങി പോകുന്ന വഴിക്ക് ആ ബാബ പറഞ്ഞു, ഞാൻ നടക്കുന്ന വഴിയിലെ അനുഗ്രഹിക്കപ്പെട്ട മണ്ണൊക്കെ നിങ്ങൾ കരുതിക്കൊള്ളാൻ, അത് എടുത്ത് നിങ്ങൾക്ക് സഞ്ചിയിലാക്കിയോ നിങ്ങളുടെ വീട്ടിലേക്ക് കൊള്ളാം, അതൊരു പൂജ്യ വസ്തുവായിട്ട് അത് കരുതണമെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ അദ്ദേഹം പോയ ആ വഴിയിലേക്ക് തിങ്ങി നിറഞ്ഞ് അവിടേക്ക് കടക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി തിക്കിലും തിരക്കിലും പെട്ട് ഏകദേശം 120-120 മേലെ പേര് മരിച്ചതിനെ കുറിച്ച് നിങ്ങളൊക്കെ ഒരു പക്ഷെ കേട്ട് കാണും. നിങ്ങളുടെ ജർമ്മനിയിലെ ആ വാർത്തകളൊന്നും ചിലപ്പോൾ കേട്ട് കാണാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന് 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു ആത്മനിയോഗത്താൽ ഇവിടെ നിന്ന് കുറെ ദൂരെ മാറിയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നു. അപ്പോൾ അവിടെ അവിചാരിതമായ ഒരു കുടുംബവുമായി പരിചയപ്പെട്ടു. അപ്പോൾ ആ കുടുംബത്തിലെ ദമ്പതികൾക്ക് 7 വർഷമായി മക്കളില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിട വന്നു. അവരുടെ ആ ഗ്രാമത്തിന് അടുത്തുള്ള, അവിടെ നിന്ന് വെറും ഒരു 5-10, ഈ ഗ്രാമം ഞാൻ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഏകദേശം 50-60 കിലോമീറ്റർ ദൂരമുണ്ട്, ആഗ്ര ജില്ലയിൽ തന്നെ. അപ്പോൾ ഈ ജില്ലയ്ക്ക് ചുറ്റുമുള്ള ഒരു 10-20 ടൗണുകളെ കേന്ദ്രീകരിച്ച് ആ ടൗണുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അവിടെ എല്ലാം ചുറ്റി സഞ്ചരിക്കുകയും എല്ലാം ചെയ്യുകയും, നമ്മളെപ്പോഴും ആത്മാവിൽ പോരടിക്കണമല്ലോ ഈ വിടുതലുകൾ സംഭവിക്കുക എന്ന് പറയുന്നത്. അത് ചുമ്മാ നമ്മൾ സുവിശേഷം പങ്കുവെച്ചത് കൊണ്ട് മാത്രമല്ല, ആ ദേശങ്ങളിൽ നമ്മൾ വിശ്വാസത്തോടെ കടന്നു ചെന്ന് അവിടെ നമ്മൾ അവകാശത്തിനായിട്ട് ചോദിക്കണം. അപ്പോൾ അങ്ങനെ ഒരിടയ്ക്ക് ചെന്ന സമയത്താണ് ഈ ഗ്രാമത്തിലെ ഈ ദമ്പതികളായിട്ട് പരിചയപ്പെടുവാനും പ്രാർത്ഥിക്കാനും എല്ലാം ഇട വന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് 50-60 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ അവരുടെ അടുത്തുനിന്ന് അവർക്ക് ഇച്ചിരി കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുള്ള ദൂരത്തിലുള്ള ഒരു പാസ്റ്ററുമായിട്ട് അവരെ ബന്ധപ്പെടുത്തുകയും ആ പാസ്റ്റർ അവിടെ വിളിച്ചു വരുത്തുകയും അവരെ അവിടേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്തപ്പോൾ യാദൃശ്ചികമാണോ എന്നറിയത്തില്ല, അവരും ഈ ബാബയെ സ്വീകരിച്ച് അവരുടെ പഠനങ്ങളെ സ്വീകരിച്ച് അവരെ പിന്തുടരുന്നവരായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ ആത്മാവിന്റെ നിയോഗത്തിൽ തന്നെ പറഞ്ഞു, എല്ലാത്തിനും മീതെ ഒരു സർവശക്തനായ ഒരു ദൈവമാണ്. നിങ്ങൾ ഇത്രയും കാലം അവിടെയൊക്കെ പോയി എന്തെങ്കിലും വിടുതൽ നടന്നോ? പക്ഷെ നിങ്ങളുടെ വിടുതല് അവന്റെ അത്യന്ത ശക്തിക്കൊത്തവണ്ണം തരാൻ കഴിവുള്ള പ്രാപ്തിയും ശക്തിയും വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. എല്ലാ പാപമാരെയും എല്ലാ മനുഷ്യരുടെയും മുകളിലുള്ള ഒരു ദൈവമുണ്ട്. അങ്ങനെ പറയുവാനിട വന്നു. അതിന് 1 ആഴ്ച ശേഷമായിരുന്നു ഈ ബാബയുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഞാനപ്പോൾ അവരോട് പറഞ്ഞിരുന്നു, കള്ളനോട്ടുകൾ ഒരുപാടുണ്ടാവും, പക്ഷെ ശരിയായ സത്യമായിട്ടുള്ള നോട്ടിനെ തേടി വേണം നമ്മൾ പോകാനായിട്ട്.
ആ കള്ളനാണയങ്ങൾ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ സത്യത്തിന് വേണ്ടിയുള്ള ഒരു വാഞ്ച ഉണ്ടാകണം. ഈ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നു, നമ്മളിൽ കൂടെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കും, ഈ നിലവാരത്തിലുള്ള സത്യത്തിനുള്ള വാഞ്ചയില കർത്താവിന്റെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു. ഇതേപോലെ ഈ ഹാത്രസ് ജില്ലയിൽ തന്നെ 25 വർഷമായി കർത്താവിന്റെ വയൽ പ്രദേശത്തായിരിക്കുന്ന അലക്സ് എന്ന് പറയുന്ന ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ സഭയെ ഏകദേശം 1 വർഷമായി ഇവിടെയുള്ള അധികാരികൾ അത് അടപ്പിച്ച്, സ്വന്തം സ്ഥലം, സ്വന്തം ചർച്ച് ഹാള്, വാടകയ്ക്കുള്ള സ്ഥലമല്ല, ചർച്ചായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, നിയമാനുസൃതമായി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോലും സ്വന്തമായ ആരാധന നടത്തരുതെന്ന് പറഞ്ഞ് ഏകദേശം 1 വർഷമായി അടച്ചിടുകയും അവിടെ അവർക്ക് കൂടി വരാൻ സമ്മതിക്കാതെ അതിനെ നിഷേധിക്കാം എല്ലാം ചെയ്യുകയും ചെയ്തു. ഇതിനായിട്ട് അവിടെയുള്ള കളക്ടറോട് ഈ പാസ്റ്റർ നേരിട്ട് പോയി കാര്യങ്ങൾ ചോദിച്ചു, എന്താ വിഷയം, എന്തെങ്കിലും ഞാൻ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ സാർ അത് പറയണം എന്നെല്ലാം പറഞ്ഞിട്ട് അവരൊന്നും ഒരു മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ തുറക്കാം, പക്ഷെ പിന്നെ ഉണ്ടാവാത്ത ഭവിഷ്യത്തുകൾക്ക് ഞങ്ങൾ ഉത്തരവാദിത്തമില്ല എന്നുള്ള രീതിയിൽ ഒരു പരോക്ഷ ഭീഷണിയുടെ രീതിയിലായിരുന്നു അവരെല്ലാവരും നേരിട്ടത്. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പത്രത്തിൽ പിന്നെ കാണുന്നു, ആ കളക്ടർ ഉൾപ്പെടെ 6-7 പേർക്ക് സസ്പെൻഷൻ. ഇത്രയും ലക്ഷങ്ങൾ കൂടുന്ന ആളുകളുടെ മീറ്റിങ്ങിന് അവർ ഒരു പരിപാടിയും സുരക്ഷാ സംവിധാനവും ഒന്നും അവിടെ വെക്കാതെ. പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ ഹിതത്തിനെതിരെ ആരൊക്കെ മനുഷ്യന്റെ ബലത്തിൽ എന്തൊക്കെ ചെയ്താലും അതിന് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പാവം പാസ്റ്റർ അവിടെ 25 കൊല്ലമായി ശുശ്രൂഷ ചെയ്യുന്നു. 30 കൊല്ലത്തിനോടടുത്ത് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ, ആ പാസ്റ്ററുടെ സഭ പൂട്ടിച്ച് അവിടെ ആരാധനയ്ക്ക് ഒരു നിയമത്തിന്റെ വിലക്കുമില്ലാതെ അവിടെ പൂട്ടിച്ചത്. പക്ഷെ ദൈവം കണക്കിട്ട് നമ്മുടെ കണ്ണീരിനെ കുപ്പിയിലാക്കുന്നൊരു ദൈവമുണ്ട്. ആ പറയുന്ന കളക്ടർ, അവിടെയുള്ള പോലീസ് ഓഫീസർമാർ 7 പേര്, ഉയർന്ന 7 പേരെയാണ് സസ്പെൻഷൻ ചെയ്തത്. പ്രത്യേകമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആഗ്രയിൽ നിന്നും ഉൾപ്പെടെ അവിടെ നിന്ന് കൊണ്ടുപോയാണ് എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കാനായിട്ട് വന്നത്. പറഞ്ഞതിന്റെ എല്ലാ സാരവും നമ്മളുടെ മനുഷ്യന്റെ ബലത്തിലോ ഇതൊന്നും നമുക്ക് രാഷ്ട്രീയമായി സ്വാധീനിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ എല്ലാ രാഷ്ട്രീയ തലങ്ങൾക്കും അധികാരത്തിനും മേലെ സർവശക്തനായ ഒരു ദൈവത്തിന്റെ അധികാരമണ്ഡലമുണ്ട്. അവിടെ ഈ കേസ് അങ്ങ് എടുത്തു, അവിടെ നിന്നൊരു നീതി അവിടുന്ന് പ്രസ്താവിച്ചു. അതുകൊണ്ട് ദൈവമക്കൾ തുടർന്നും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ നീതിക്കെതിരെ ആരും നിൽക്കുവാൻ, ദൈവത്തിന്റെ മഹത്വം കവർന്നു കൊടുക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇത്രയും കഠിനമേറിയ UP-യുടെ ദേശത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. അനേകർ വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക, ഒരുമനപ്പെട്ട് കർത്താവ് ഇവിടെ ഒരു വിടുതൽ സംഭവിക്കണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിയമത്തിനെ എല്ലാം അനുസരിച്ച് സാധാരണ മനുഷ്യരായി സാധാരണ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും കൂടെ ദൈവപ്രവൃത്തി സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് സഭയുടെ ശ്രദ്ധയോടു കൂടിയുള്ള പ്രാർത്ഥനയെ. തുടർന്ന് പ്രാർത്ഥനയിലെല്ലാം ഓർക്കുക, സന്തോഷകരമായി ഇവിടെ ശുശ്രൂഷയെല്ലാം പതുക്കെ ചുവടുകൾ എടുക്കാനെല്ലാം ദൈവം സഹായിക്കുന്നു. എല്ലാ സഹായങ്ങൾക്കും, എല്ലാ പ്രാർത്ഥനകൾക്കും, എല്ലാത്തിനും പ്രത്യേകമായി നന്ദിയെ അറിയിക്കുന്നു. വേഗത്തിൽ തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗത്തിലേക്ക് പോകാം. അത് എഫേസ്യരുടെ ലേഖനം, അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 20-21 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് തുടക്കം കുറിക്കാം. എഫേസ്യരുടെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 20-21 വാക്യങ്ങൾ ആരെങ്കിലും മലയാളത്തിൽ വായിച്ചു തരണമേ എന്ന് ഓർപ്പിക്കട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന വന്ന സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രികാലത്തിനായി കർത്താവ് സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ വലിയ സാന്നിധ്യം കർത്താവ് ഈ പ്ലാറ്റ്ഫോമിനെങ്കിലും വെളിപ്പെടുത്തി വരണമേ അപ്പച്ച. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തോടുകൂടെ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ
അത് സംഭവിക്കാനിട വരുമാറാകണമേ. കർത്താവെ, ഇന്റർനെറ്റിന്റെ ശബ്ദ, വൈദ്യുത, പ്രകാശ സംവിധാനങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഒരു തടസ്സവും കൂടാതെ അതിന്റെ ആദ്യം മുതൽ അന്ത്യം വരെ കർത്താവെ ശുശ്രൂഷയോട് കൂടിയിരിക്കണം. ഒരു തടസ്സവുമില്ലാതെ വണ്ണം അങ്ങ് ക്രമീകരിക്കണമേ. ശുശ്രൂഷിക്കുന്ന എന്നിലും കേൾവിക്കാരായിരിക്കുന്ന ഏവരിലും പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഒരുപോലെ പകർന്ന് ഇവിടെ കേൾപ്പിക്കപ്പെടുന്ന ഓരോ ദൂതും ഓരോ വാക്യവും ഞങ്ങളുടെ എല്ലാവരുടെയും വിടുതലിനും ഉയർച്ചയ്ക്കും കാരണമാകുമാറ് സ്വർഗത്തിലെ ദൈവം ഇടപെടുമാറാകണം. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ സങ്കടങ്ങളും, വിഷമതകളും, പ്രയാസങ്ങളും, നൊമ്പരങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് കാണുന്നുവല്ലോ ഓർത്ത്. വ്യക്തിപരമായ രീതിയിൽ ഞങ്ങളോട് എല്ലാവരോടും ഉത്തരമരുളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമത്തിനായി, നാമമഹത്വനായി സംഭവിക്കുവാനായിട്ട് വരുമാറാകണമെന്ന് പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് എഫെസ്യരുടെ 3:20-21. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്ന, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൻ്റെതല്ല. നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു രീതികളിൽ നമ്മൾ ഇടപെടുന്നില്ല. ഇരിക്കുന്ന നമുക്ക് പക്ഷെ ലോകത്തിൽ കഴിഞ്ഞു പോകേണ്ടതിനുള്ള ആവശ്യങ്ങൾ നമുക്ക് യഥാർത്ഥമായിട്ടുണ്ട്. ഭൗതികവും ആത്മീകവുമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അഭിഷേകം വേണം, ആത്മാവിന്റെ നിറവ് വേണം, ആത്മാവിന്റെ ബലം വേണം, ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. ഇതെല്ലാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, നിനവ്, അതായത് നമ്മുടെ ഒരു ഉദ്ദേശത്തിൽ എത്രത്തോളം ഉണ്ടായിരിക്കാം. പക്ഷെ അതിനും അപ്പുറം അത്യന്തപരമായി നമ്മൾ ഈ ചോദിക്കുന്നത് എന്തൊക്കെ, നമ്മൾ നനയ്ക്കുന്നത് എന്തൊക്കെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അപ്പുറമായി അവന്റെ വ്യാപാര ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ള ക്രിസ്തു യേശു. ആമേൻ. ഒരു വാക്യം കൂടി വായിക്കാം. സങ്കീർത്തനത്തിന്റെ 5-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം കൂടി വായിക്കാം. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ആമേൻ. രാവിലെ പ്രാർത്ഥന കേൾക്കണം. അതിൻ്റെ അകത്ത് വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. രാവിലെ എന്ത് നടക്കണം നമ്മുടെ ജീവിതത്തിൽ? രാവിലെ നിർബന്ധമായും നമ്മുടെ ജീവിതങ്ങളിൽ പ്രാർത്ഥനാ ശൈലി ഉണ്ടായിരിക്കണം. ആ രീതി, അതിൻ്റെ ആ ഒരു സ്വഭാവം, അതിൻ്റെ ശീലമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതില്ല എങ്കിൽ അത് നാളെ മുതൽ എങ്ങനെയെങ്കിലും ആരംഭിക്കണമെന്ന് ആത്മാർത്ഥമായി ഇന്ന് മനസ്സിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ തലങ്ങളെ മാറ്റുവാൻ പോവുകയാണെന്ന് ആദ്യമായി നീ രാത്രി ഒരു ദൂതറിയട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ മൊബൈൽ നോക്കുന്നതിനും നിന്റെ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് വന്നതിനും നോക്കുന്നതിനും മുന്നമേ നീ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട്, കർത്താവേ, എനിക്ക് ഈ ദിവസം ഒരു പുതിയ കൃപ വേണം. ഇന്നലത്തെ കൃപ പോലെ ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ ആത്മാ, പുതിയ വെളിപ്പാട് കർത്താവെ എന്നെ കൊണ്ട് ഇന്ന് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നീ ഇന്ന് നാളെ മുതൽ അത് എഴുന്നേൽക്കാനുള്ള ഒരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. നീ മടങ്ങി വരും. ആമേൻ. നിന്റെ രാവിലെയുള്ള സമയങ്ങളുണ്ടല്ലോ, ആമേൻ, നീ മുമ്പ് രാവിലെ തോറും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാറുള്ള സമയങ്ങളുണ്ടല്ലോ, ആ രീതികളിലേക്ക് നീ മടങ്ങി വാ. ആമേൻ. അങ്ങനെ അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ആമേൻ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ ഒരു മടങ്ങി വരവിനായി കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, രാവിലെ എഴുന്നേറ്റ്, ആമേൻ, 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 പത്രം പോലും വായിക്കുന്നതിന് മുന്നേ മുഖം ഒന്ന് കഴുകി വായൊന്ന് കഴുകി നേരെ വരിക, പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുക, മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ ഒരു ചിട്ടയിലേക്ക് തലമുറകളെയും കൊണ്ടുവരിക. മക്കൾ നോക്കുമ്പോ പറയണം, പപ്പ, എൻ്റെ മമ്മി. അവര് രാവിലെ ഒരു സമയമുണ്ടെങ്കിൽ, സൂര്യൻ ഉദിച്ച ഒരു സമയമുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുകയുള്ളൂ എന്നൊരു സാക്ഷ്യം ആര് പറയണമെന്നറിയാവോ? നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ പറയണം. ആ നിലവാരത്തില് ഉയർന്നു വരികയാണ്. കാരണം എന്താ? അതിന്റെ തൊട്ട് വേറൊരു വാക്യം കൂടി വായിക്കാം. 20-ാമത്തെ സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം.
ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഉം. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ആമേൻ. നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിച്ച് യഹോവയ്ക്ക് കൊടി ഉയർത്തുന്ന ഒരു സമയം സ്വർഗത്തിലെ ദൈവം നിനക്ക് നൽകും. അതൊരു വെളിപ്പാട് അവിടെ എഴുതിയിരിക്കുന്ന യഹോവ നിസി, യഹോവയുടെ വിജയക്കൊടി. ആമേൻ. എപ്പോഴാണ് നമ്മൾ വിജയക്കൊടി പാറിക്കുന്നത്? എപ്പോഴൊരു കൊടി ഫ്ലാഗ് ഒക്കെ എപ്പോഴാണ് ഹോയിസ്റ്റ് ചെയ്യുന്നത്? നമ്മള് ഒരു രാജ്യങ്ങളുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു രാജ്യം മറ്റേ രാജ്യത്തിനോടോ എന്തിനോടോ എതിർത്ത് അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തി ആ രാജ്യത്തിന്റെ ഫ്ലാഗ് അവിടെ അതിന്റെ കൊടി അവിടെ ഉയർത്തുമ്പോൾ എന്തായി? അവിടെ ആധിപത്യം അവിടെ സംഭവിച്ചു എന്ന് എല്ലാവരോടും കാണിക്കുന്ന ഒരു രീതി ആ കൊടി ഉയർത്താന്ന് പറഞ്ഞാൽ യഹോവയുടെ വിജയക്കൊടി ഉയർത്തുവാനായി ഇതിനകത്തുള്ള ചിലരെ കണ്ടിട്ടുണ്ടെന്ന് സ്വർഗത്തിലെ ദൈവം വ്യക്തമായി പറയുക. യഹോവയുടെ വിജയക്കൊടി പൊന്തിക്കുവാൻ, യഹോവയുടെ നാമമഹത്വത്തിനായി ചിലരുടെ ഉള്ളിലുള്ള ആമേൻ ഹല്ലേലൂയ സാക്ഷ്യം വെളിപ്പെടുമ്പോൾ ഇത് യഹോവയാൽ സംഭവിച്ചത്, ഇത് യഹോവയുടെ ആധിപത്യത്താൽ സംഭവിച്ചത്, ഇത് യഹോവയുടെ വെളിപ്പാടിനാൽ സംഭവിച്ചത്, ഇത് യഹോവയുടെ അത്യന്ത വ്യാപാര ശക്തിയാൽ സംഭവിച്ചതെന്ന് പറയുമാറ് ആമേൻ ആമേൻ അവിശ്വാസികൾക്ക് പോലും അതൊരു സാക്ഷ്യമായി തീരുമാറ് സ്വർഗത്തിലെ ദൈവം ഇതിൽ നിന്നുള്ള ചിലരെ കണ്ടിരിക്കുകയാണെന്ന് ഈ രാത്രികാലം വിളിച്ചു പറയട്ടെ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുക. നിന്റെ ആ പ്രാർത്ഥനകളെല്ലാം ആമേൻ നിനക്ക് നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞതിന്റെ സാരം. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ കൂടെ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുക. നിന്റെ ആഗ്രഹങ്ങളാകട്ടെ, നിന്റെ പ്രാർത്ഥനകളാകട്ടെ, ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ, അത് നീ പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ വിജയക്കൊടി ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ പ്രാപ്തനാക്കും, ശക്തനാക്കുമെന്ന് ദൂത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുക. എല്ലാം ശരിയാ, നമുക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അത് ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ പ്രാർത്ഥിച്ചത് ഏത് കാരണം കൊണ്ടാണ് പ്രാർത്ഥിച്ചത്, നിന്റെ ആവശ്യം അതിനകത്ത് എന്തായിരുന്നു, അതിനകത്ത് തൃപ്തി കർത്താവ് നിശ്ചയമായും വരുത്തും. നീ ഒരു കാറിന് ആഗ്രഹിച്ചു, ആ കാറിന്റെ കാരണം ആഗ്രഹിക്കാനായിട്ട് നിനക്ക് നിന്റെ ഒരു രീതിയിൽ ഒരിടത്തേക്ക് പോകാനുണ്ട്, സമയത്തിന് എത്തണം, തണുപ്പും മറ്റ് കാലാവസ്ഥകളിലൊക്കെ പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാർ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഒരു ലക്ഷറി അല്ല ഇപ്പോഴത്തെ സമയങ്ങളിലൊന്നും. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ ആവശ്യം നിറവേറ്റി തരും. പറഞ്ഞതിന്റെ സാരം, നിന്റെ ആഗ്രഹങ്ങൾ കർത്താവിന്റെ മുമ്പിൽ അങ്ങോട്ട് സമർപ്പിക്കുക. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നീ എല്ലാം അങ്ങ് സമർപ്പിക്കുക. നീ ആ സംസാരിക്കുന്ന ആ പ്രാർത്ഥനയിൽ കർത്താവിനോട് ഇടപെടുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, കർത്താവിന് നിനക്ക് ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ നിന്നോട് നീ പറഞ്ഞ ഒരു കാര്യം നിന്നോട് തരാൻ ഒരു ഏതെങ്കിലും കാരണത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു തടസ്സമുണ്ടെങ്കിൽ, അതിലും ശ്രേഷ്ഠമേറിയ ഒരു കാര്യം, അതിനായിട്ടുള്ള ഒരു വഴി കർത്താവ് നിനക്കായിട്ട് തുറന്നു തരും. കാരണം നിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കണം, നിന്നെ അനുഗ്രഹിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് നിന്നെ ഉണ്ടാക്കിയ നിന്റെ ദൈവമാണ്. നിന്നെ ഈ നരകാഗ്നിയിൽ വീഴാതെ നിനക്ക് നിത്യത നൽകാനായിട്ട് സ്വന്തം പുത്രനെ പോലും ബലിയാക്കി നൽകിയ ദൈവത്തിനോളം സ്നേഹം നിനക്ക് ഈ ലോകത്തിൽ തരാൻ പറ്റുന്ന, ഈ ലോകത്തിലല്ല മുകളിലുള്ള സ്വർലോകത്തിലും തരാൻ പറ്റുന്ന ഒരാളും എൻ്റെ ഈ രാത്രികാലം പറയട്ടെ. പക്ഷെ മക്കൾ ചോദിക്കുന്ന എല്ലാം കൊടുക്കാത്തത് എന്തുകൊണ്ട്? അവരോടുള്ള സ്നേഹം കൊണ്ട്. അതിനെല്ലാം ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് നിനക്ക് നൽകും. ആമേൻ. യഹോവ നിസിയുടെ വിജയക്കൊടി പാറുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ഈ രാത്രികാലം വിളിച്ചു പറയട്ടെ. അതുകൊണ്ട് നിന്റെ ഏത് വിഷയമാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് നീ ആ പ്രാർത്ഥിക്കുന്ന ശീലത്തിലേക്ക് മടങ്ങി വാ. രാവിലെ എഴുന്നേറ്റ് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ ആമേൻ സമയത്തിന്റെ നീളങ്ങൾ അങ്ങ് കൂടി വരട്ടെ. ആ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതിൽ ഏറ്റവും എനിക്ക് സന്തോഷമുള്ളത് ആമേൻ, ആ പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹമുള്ള യുവാക്കന്മാര് ഇപ്പോൾ ഏറി വരികയാണ്. പലരും വിളിച്ചു ചോദിക്കും, പാസ്റ്ററെ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു, അത് കാരണം എനിക്ക് സന്തോഷമുണ്ട്, എനിക്കിന്നൊരു ബലം തോന്നുന്നു. അങ്ങനെ പറയുന്ന ആളുകളുടെ എണ്ണം ഇപ്പൊ ഏറി വരികയാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഇത് പറയുമ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളിൽ പലരും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ തന്നെയാ. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലും ഒരു എന്തു പറയുന്നത്, രാവിലെ സമയത്ത് ആ തണുപ്പുള്ള ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ കിടക്കാനാണ് നമുക്കും ഒരു ഇഷ്ടം. ആ ഉറക്കുന്ന സമയത്ത് ആ ഉറക്കം ഭേദിക്കാനായിട്ട് നമുക്ക് ഒരു പ്രയാസം ശാരീരികമായ രീതിയിലുള്ള. പക്ഷെ ഞാൻ നിശ്ചയമായും പറയാം, തലേന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ കർത്താവിനോട് പറ, കർത്താവേ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം.
അതിനായിട്ട് കർത്താവ് എനിക്കൊരു കൃപ തരാൻ. ഒരു കുറച്ചു നേരം നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് കിടന്നു നോക്കിയേ. കർത്താവ് ഉണർത്തും, നിശ്ചയമായി ഉണർത്തും. അലാറം ഒന്നും ഇല്ലാതെ തന്നെ തക്ക സമയത്ത് ഉണർത്തി പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക്, ഒരു ആത്മസന്തോഷത്തിലേക്ക്. ആമേൻ. ആമേൻ. കർത്താവിന് പറയാനുണ്ട്, ആത്മസന്തോഷത്തിനായിട്ട് വാഞ്ചിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആത്മസന്തോഷം വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പലർക്കും അറിയാലോ, ഞാൻ ജോലിയിലൊക്കെ ആയിരുന്നു. ആ ജോലിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് എന്നെ ശുശ്രൂഷയിലേക്കും എല്ലാത്തിലേക്കും നടത്തിയിരുന്ന ആ പാസ്റ്റർ എന്നോട് എപ്പോഴും ഉദ്യമിപ്പിക്കുമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ അന്ന് പറഞ്ഞിരുന്നതാ, ഡൊണാൾഡ് നീ എഴുന്നേറ്റ് 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്നെ പാസ്റ്ററെ 1 മണിക്കൂർ പോയിട്ട് 5 മിനിറ്റ് പോലും നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, പിന്നെയാണ് 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. പക്ഷെ ഒന്തി തള്ളി സകലമാന മീറ്റിങ്ങുകൾക്കും കൊണ്ടുപോകും, സകല ഹൗസ് വിസിറ്റുകൾക്കും കൊണ്ടുവന്ന്. ഈ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ആയിരുന്നുകൊണ്ട് ശനി ഞായർ മുടക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് അങ്ങ് പാസ്റ്റർ വീട്ടിലോട്ട് അങ്ങ് വിളിക്കും. എന്നിട്ട് വെള്ളിയാഴ്ച വൈകിട്ടുള്ള മീറ്റിങ്ങുകൾ മുതൽ ശനിയാഴ്ച മൊത്തം, ഞായറാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ അവിടെ നിന്ന് വിടത്തുള്ളൂ. ആ ഇടയ്ക്ക് ഏതൊക്കെ മീറ്റിംഗ് ഉണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും, അവിടെയൊക്കെ നിർത്തി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പോയി വലിയ മീറ്റിങ്ങുകളൊക്കെ ആയിരിക്കും, കൺവെൻഷനൊക്കെ ആയിരിക്കും. അതിന് നടുവിൽ വരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നാണവും ആ ചമ്മലൊക്കെ മാറി പതുക്കെ വാക്കുകളൊക്കെ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആമേൻ. ഇപ്പോഴും സ്തോത്രത്തോടെ പറയട്ടെ, ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പല സമയത്തായി പല കർത്തൃദാസന്മാരായിട്ടുള്ള ബന്ധത്തിലൂടെ അവരുടെ ആ ഒരു ശിഷ്യത്വത്തിലൊക്കെയാണ് ഇത്രയൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളത് എന്ന് ഞാൻ വിനയത്തോടെ സ്തോത്രത്തോടെ പറഞ്ഞു കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഏത് പാസ്റ്ററുടെ കീഴിലായിരിക്കുന്നു അവർക്ക് കീഴ്പ്പെട്ടിരിക്കുക. അവര് പറയുന്ന രീതിയിൽ, അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവഹിതമായിട്ട് അത് പറയുന്നത്. അവിടെ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആ ശിഷ്യത്വത്തിലേക്ക് വരാനായി ഒരു കർത്തൃദാസന്റെ കീഴിൽ നിങ്ങൾ വെക്കുമ്പോൾ അതങ്ങ് സ്വീകരിക്കുക, സന്തോഷത്തോടെ സ്വീകരിക്കുക. എനിക്കും വലിയ സന്തോഷമൊന്നും ആയിരുന്നില്ല എല്ലാവരുടെ മുമ്പിൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ അറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ. ഒരുപാട് വിഷമവും ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. ഈ പാസ്റ്റർക്ക് എന്നെ തന്നെ വിളിക്കണമായിരുന്നു അന്നേരം നിർത്തി പ്രാർത്ഥിപ്പിക്കാനായി, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനൊക്കെ വിഷമവും ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എന്താ വേണ്ടി, അങ്ങ് കീഴ്പ്പെടണം നമ്മൾ. കാരണം എന്താ, കർത്താവ് നമ്മളെ ആ പാസ്റ്റർ കൂടെ ആക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തൃശ്ശൂരുള്ള പാസ്റ്റർ, ആ പാസ്റ്ററായിരുന്നു ശുശ്രൂഷിക്കാനായിട്ടുള്ള കൈത്താങ്ങലൊക്കെ നൽകിയത്. വചനത്തിനൊക്കെ ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് വെക്കേഷനൊക്കെ ആയിട്ട് വരുമ്പോൾ എന്നോട് ഞായറാഴ്ച ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ആദ്യം 5 മിനിറ്റ് 10 മിനിറ്റ് ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് പഠിപ്പിച്ചു. അപ്പൊ അതിന് കൂടെ ചെയ്തിരുന്നതായിരുന്നു, തലേന്ന് വിളിക്കുമായിരുന്നു, ശനിയാഴ്ച രാത്രി വിളിക്കുമായിരുന്നു വീട്ടിലോട്ട്. അങ്ങനെ വീട്ടിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഇവന് നല്ല രീതിയിൽ ആ വചനത്തിൽ നിന്ന് വായിക്കാനും വചനത്തിൽ നിന്ന് ധ്യാനിക്കാനും അതിന്റെ വെളിപ്പാടുകളും ആഴത്തിലെല്ലാം കൊടുക്കാനുമായിട്ട്. അപ്പൊ പറഞ്ഞത്, പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കുന്ന, പ്രാർത്ഥനയിലൂടെ തലങ്ങളെ മാറ്റുന്നൊരു ദൈവം, അവന്റെ അത്യന്ത ശക്തിയാൽ മാറ്റുന്നൊരു ദൈവം ഉണ്ടെന്ന ഈ രാത്രികാലം പറഞ്ഞതിന്റെ സാരം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുറ്റിരിക്കുക. ആമേൻ. ആ പ്രാർത്ഥനയിൽ മുറ്റിരിക്കുമ്പോൾ ആ തലേന്ന് രാത്രി തന്നെ പ്രാർത്ഥിക്കുക. എനിക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ആമേൻ. രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ആ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തലങ്ങൾക്ക് വ്യത്യാസം വരും. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം 3 അധ്യായങ്ങൾ വായിക്കുക, അത് തുടർമാനമായി വായിക്കുക. ഇങ്ങനെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ദൈവഹിതം പതുക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. ആ വചനവുമായി ഇടപെടുമ്പോൾ, അത് ഏത് വചനമാണെന്നുള്ളതല്ല, പക്ഷെ ദൈവവചനമായി ഇടപെടുമ്പോൾ അത് എത്ര മനസ്സിലാക്കുന്നു എന്നുള്ളതുമല്ല. ആദ്യമൊക്കെ എനിക്ക് പ്രവചന പുസ്തകങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല, ലേഖനങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കൃപയാൽ ഞാൻ അത് വായിക്കുമ്പോൾ ഞാനൊരു നിർണയം വെച്ചിരുന്നു. ഏതെങ്കിലും കാലത്ത്, പ്രത്യേകിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ ഞാനൊരു നിർണയം എടുത്തിരുന്നു. ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണല്ലോ ഈ പ്രവചന പുസ്തകങ്ങളും ലേഖനങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനും അതിന്റെ ആഴങ്ങളൊക്കെ. ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരേ ഒരു കാര്യം, കർത്താവെ ഈ ഒരു കൃപ എനിക്ക് തരണം. പ്രവചന പുസ്തകങ്ങളും ലേഖനങ്ങളും നല്ല ആഴത്തിൽ എനിക്ക് മനസ്സിലാക്കി നൽകണം, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കൃപ വരണം. കൃപയാൽ കർത്താവ് അത് നിറവോളം നൽകി, അത് കർത്താവ് കൃപയാൽ നടത്തുന്നു. അതിനായി സ്തോത്രം ചെയ്ത്. ഇതെല്ലാം തുടങ്ങിയത് ആ പ്രാർത്ഥനയിൽ നിന്നായി. ദിവസവും എഴുന്നേറ്റുകൊണ്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു പ്രാർത്ഥന. ദിവസം എഴുന്നേറ്റ് അങ്ങ് പ്രാർത്ഥിക്കണം. നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു തരും എന്താ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ. തലമുറകളോട് ആദ്യം തലമുറകളും കുറച്ച് എനിക്കറിയാവുന്നതാണ്, കാരണം ഞാനും അതുപോലെ അതിലൂടെ എല്ലാം കടന്നു പോയതാ. എനിക്ക് 10-22 വയസ്സായിട്ട് എനിക്ക് അത്രയും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ
കുഞ്ഞ് പ്രായമുള്ള 10ഉം 12ഉം വയസ്സുള്ള പിള്ളേർക്ക് എത്രത്തോളം അധികം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അവരതിന് ശിക്ഷണത്തിൽ വളർത്തുകയാണെങ്കിൽ അതിലേക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് പതുക്കെ അവരെ മനസ്സിലാക്കി അവർക്ക് കൈത്താങ്ങൽ നൽകി അവർ ആ രീതിയിൽ വളർത്തുകയാണ്. തലമുറകളോളം വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ തലമുറകളെ കർത്താവ് വാർത്തെടുത്ത് നൽകും. നമ്മുടെ സമയങ്ങൾക്ക് ശേഷവും കർത്താവ് ആ തലമുറകളെ നിലനിർത്തുമെന്ന് ഈ രാത്രികാലം വിളിച്ചു പറയട്ടെ. ആമേൻ. അടുത്തൊരു വാക്യം കൂടി വായിക്കാം. ആമേൻ, ആമേൻ. 57-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 2-ാമത്തെ വാക്യം. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിനു തന്നെ. 57-ന്റെ 2-ആണോ? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിനെ തന്നെ. ആമേൻ, ആമേൻ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്കായി സകലതും നിവർത്തിച്ച് തരുന്ന ദൈവത്തെ തന്നെ. നേരത്തെ പറഞ്ഞ പോലെ സകലതും നിവർത്തിച്ച് തരുന്നൊരു ദൈവമാണ്. ആമേൻ. നീ പ്രാർത്ഥനയിൽ അങ്ങ് ഇരിക്കുമ്പോൾ ദൈവം അങ്ങ് നിവർത്തിച്ച് തരുമെന്നാ പറഞ്ഞതിന്റെ സകലവും. വചനത്തിന്റെ അകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അത് സത്യമാണ്. എത്ര കാലം പോയാലും അതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല. നിനക്ക് വേണ്ടി സകലതും നിവർത്തിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക. ഈ വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക. ആമേൻ. എനിക്ക് വേണ്ടി സകലതും നിവർത്തിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞു മക്കളെ പോലെ ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് വേണ്ടി സകലം നിവർത്തിച്ചു തരുന്ന അങ്ങയുടെ വാഗ്ദത്ത സങ്കീർത്തനത്തിലുണ്ടല്ലോ, അതെനിക്ക് നടത്തി തരണം. അങ്ങ് പ്രാർത്ഥിക്കണം അതിന്റെ സന്തോഷത്തിലേക്ക്, അങ്ങ് അതിന്റെ ഒരു ആത്മസന്തോഷത്തിലേക്ക് വീണ്ടും അത് പറയുക. ആമേൻ. പ്രാർത്ഥിക്കുമ്പോഴുള്ള ഒരു ആത്മസന്തോഷത്തിനായി പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ഈ പ്രാർത്ഥിച്ച് തുടങ്ങി കഴിഞ്ഞിരുന്നപ്പോൾ ആമേൻ, രാവിലെ ഒരു പ്രാർത്ഥിച്ചൊരു 40-45 മിനിറ്റ് വരെ ഒരു സന്തോഷം വരും. പക്ഷെ 45 മിനിറ്റ് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആത്മാവിന്റെ ഒരു സന്തോഷമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശക്തി അങ്ങ് നിറയുക. കർത്താവ് നമ്മളായിട്ട് അങ്ങ് ബന്ധം തുടങ്ങുകയാണ്. അത് പലർക്കും ഒരുപക്ഷെ 40 മിനിറ്റ് വരെ നിൽക്കണമെന്നില്ല. ചിലവർ ആ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു ആത്മാവിന് ഒരു ആത്മസന്തോഷമൊക്കെ അനുഭവിക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് വാഞ്ചിക്കുക ഈ ഒരു കാര്യം. ആമേൻ. പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു ഡൊണാൾഡ് പാസ്റ്റർ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള കർത്താവ് ഒരു ആത്മസന്തോഷം വേണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വലിയ വ്യായാമമായിട്ട്, വ്യായാമമായിട്ട് തീരാനല്ല. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആത്മസന്തോഷം വരണം. എൻ്റെ മനസ്സിനകത്തൊരു സന്തോഷം വരണം. ആമേൻ. ഒരു സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. ഈ ഒരു ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. രിഗതക. ആമേൻ. ഈ ആഗ്രഹത്തോടൊന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം അത് നൽകും. ആമേൻ. സന്തോഷത്തോടുകൂടെ, ആത്മസന്തോഷത്തോടുകൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹം ആ സ്വർഗത്തിലെ ദൈവം അത് നിവർത്തിക്കും. ആ ഒരു ആത്മസന്തോഷം ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ എത്ര മണിക്കൂർ ഇരുന്നാലും ദൈവസന്നിധിയിൽ അങ്ങ് ആനന്ദിച്ചും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സംഭവിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് ഈ സന്തോഷത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. ആമേൻ. ഒരു ആദരവ്യായമായിട്ട് എങ്ങോട്ടോ പറയുന്നു, ആരും കേൾക്കാനില്ലല്ലോ, എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു എന്നൊരു നിലവാരത്തിലൂടെ ചിന്തയ്ക്കകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആമേൻ, പ്രാർത്ഥനയിൽ അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റാത്തത് പലർക്കും. അപ്പോൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുക. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആത്മസന്തോഷം വരണം. ആമേൻ. ആത്മാവിന്റെ അകത്ത്, എൻ്റെ അകത്തൊരു തീ കത്തണം. ആത്മാവിന്റെ ഒരു ശക്തി വെളിപ്പെടണം. ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണം. അവൻ അന്യ ഭാഷയിൽ ആരാധിക്കണം. ആത്മാവിന്റെ സന്തോഷത്തില് ഞാൻ പറയുന്നതെല്ലാം ആമേൻ, എന്റെ പ്രാർത്ഥനകളെല്ലാം നിവർത്തിച്ചു തരുന്നൊരു ദൈവമാണ്. അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് വെളിപ്പെട്ട് അങ്ങനെ വരണം. അങ്ങനെ ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ആമേൻ ദൈവം നടത്തിട്ട് ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ തലകൾ മാറുമ്പോൾ ആമേൻ, നീ ചോദിക്കുന്നതും ആമേൻ നനയ്ക്കുന്നതിലും അത്യന്തപരമായി ആമേൻ അത് നിനക്ക് നൽകാൻ കഴിയുള്ള അവന്റെ വ്യാപാര ശക്തി നിന്നിലൂടെ പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള നമ്മുടെ ആ വാക്യത്തിലേക്ക്, കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്, ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വചനത്തിനകത്ത് നിന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച്. നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തി. അവരുടെ പേര് ഹന്ന. ശമൂവേൽ എന്ന പ്രവാചകന്റെ അമ്മയായിരുന്ന ഹന്ന. ആ ഹന്ന ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തപരമായി
സ്വർഗത്തിലെ ദൈവം അവൾക്ക് ഉത്തരമരുളി. ആ ഹന്നയെ കുറിച്ച് വായിക്കാം. ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം അതിന്റെ 10ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 1 ശമൂവേൽ 1:10. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച് അങ്ങ് കരഞ്ഞു. അതിന്റെ 12ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായി സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയില്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുവത്രേ ചെയ്തത്. മതി, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കേൾക്കേണ്ടി വന്നത് എന്താ? അപമാനത്തിന്റെ വാക്കുകൾ. അവിടെ ഹന്ന പറയും, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചതുകൊണ്ടല്ല, എൻ്റെ മനസ്സിന്റെ വിഷമത്തിനകത്ത് നിന്ന് അങ്ങനെ പറഞ്ഞതാ. പറയുമ്പോൾ ആരോടാ പറയുന്നേ? ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് വാക്കുകൾ ശബ്ദം കൊടുക്കാതെ അത് ചുണ്ടുകളിലൂടെ ഇങ്ങനെ വരും. അവളുടെ ഹൃദയത്തിന്റെ അകത്തുള്ള മനോവിഷമം കാരണമാ അതങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇന്ന് ഈ രാത്രികാലം ചിലരോട് ദൂത് പറയാ, നിന്റെ മനസ്സിന്റെ അകത്തെ വിഷമം കർത്താവ് കാണുന്നു. നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാതെ, നിന്റെ വായ്ക്കകത്ത് നിന്ന് ശബ്ദം പോലും വരാതെ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥയെ ദൈവം കാണുന്നു. നിന്റെ അവസ്ഥകളെ കാണുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നിനക്ക് ചുറ്റുമുള്ളവർ പറയുന്നത്, ആമേൻ, നീ ലഹരി പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് വല്ലാത്ത രീതിയിൽ പറയുന്നു. പക്ഷെ ദൈവം നിന്നോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നീ നിന്റെ മനസ്സിന്റെ അകത്തെ ഹൃദയം പങ്കുവെക്കുമ്പോൾ അത് കേൾക്കുന്നൊരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ ഞരക്കങ്ങളെ അറിയുന്നൊരു ആത്മാവുണ്ട്. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഞരക്കങ്ങളെ അറിയുന്നു. ആമേൻ. അതിനൊത്തവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ രാത്രികാലം ദൂതറിയിക്കുക, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം അരുളുന്ന ദിവസങ്ങൾ വരിക. ആമേൻ, ആമേൻ, ആമേൻ. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. ആമേൻ. ശമൂവേലിന്റെ 1ാമത്തെ ആ പുസ്തകത്തിന്റെ അകത്ത് 1ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ, ഒരു പുരുഷ സന്താനത്തെ നൽകുകയാണെങ്കിൽ ഞാൻ അവനെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കും. ഒരു പുരുഷ സന്താനത്തെയാ ഹന്ന ആഗ്രഹിച്ചത്. പക്ഷെ 2ാമത്തെ അധ്യായം 21ാമത്തെ വാക്യം വായിച്ചേ. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ളവന് സ്തോത്രം. നീ 1 ചോദിച്ചെങ്കിൽ കർത്താവ് തരുന്നത് എല്ലാം കൂടി 6 തരുന്നേ. 6 ഇരട്ടിയായി തരുന്ന ഒരു ദൈവം. ആമേൻ. നീ ചോദിച്ചത് 1 ആയിരുന്നെങ്കിൽ, ആമേൻ, അവിടെ വെച്ച് ആ ചോദിച്ചതിൽ മാത്രം തന്നുകൊണ്ട് തൃപ്തിപ്പെടുന്നവനെ അല്ല. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, ആമേൻ, ദൈവമക്കളെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളവരായിട്ട് കാണാൻ ഏറ്റവും കൂടുതൽ, ആമേൻ, ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ സ്വർഗത്തിലെ അപ്പനാ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അത് നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പനല്ലാതെ പിന്നെ ആർക്കാ ഈ ഭൂമിയിൽ ഇത്ര ആഗ്രഹം ഉണ്ടായിരിക്കുക? ചിന്തിക്കണം എപ്പോഴും. അതുകൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലെ ദൈവം തന്നെ, നമ്മുടെ അപ്പനാണ്. ആ ചോദിക്കുന്നതാകട്ടെ നിനക്ക്. അതിനായിട്ട് അവൾ ഒരുപാട് കരഞ്ഞു, ഒരുപാട് വിഷമതകളിലൂടെ പോയി. ആമേൻ. അവൾ അപമാനിക്കപ്പെട്ടു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവന്റെ തക്ക സമയത്ത്. ഇനി ഒന്നുകൂടി പറയാം, എന്താ ഹന്നായിന്റെ ഗർഭമടയ്ക്കാൻ കാരണമുണ്ടായേ? ഒരു ശമൂവേല് ജനിക്കണമായിരുന്നു. അതിനു വേണ്ടിയാ. ഒരു ശമൂവേല്
ദേവാലയത്തിലേക്ക് വേണ്ടി വരുമായിരുന്നു. അതിനു വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയ കർത്താവ് ചിലത് മുടക്കുന്നതും ചിലത് കുറച്ച് സമയം കഴിഞ്ഞുകൊണ്ട് തക്ക സമയത്ത് കർത്താവ് നൽകുന്നത്. അതെല്ലാം കർത്താവ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. ഈ വണ്ടി അങ്ങ് നിത്യത വരെ എത്തണ്ടേ? ഞാനിത് മുന്നും പറഞ്ഞിട്ടുണ്ട്. ഷാരൂഖ് ഖാനെ എല്ലാവരും അറിയുന്നതാണെന്ന് കരുതുന്നു. അറിയത്തില്ലേ? ഷാജി പാസ്റ്ററെ എല്ലാവരും വളരെ വിശുദ്ധരായിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ സഭയിലൊക്കെ ഉള്ളത്. സ്തോത്രം. അങ്ങനെ തന്നെ ആവട്ടെ. എന്നാൽ ഷാരൂഖ് ഖാന്റെ മകനും ഇപ്പൊ കുറച്ച് ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഫേമസ് ആയായിരുന്നു. എന്തിനാണെന്നറിയാം? വളരെ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം മയക്കുമരുന്ന് ഒരു കപ്പലിൽ ഉപയോഗിച്ച് വഴിവിട്ട രീതിയിൽ അവിടെ ആഘോഷിച്ചത്. അതിന്റെ പേരിലായിരുന്നു അറസ്റ്റ് നടന്നത്. അവരുടെ ചിന്തയിൽ ഇങ്ങനെ കപ്പലിലൊക്കെ കടലിൽ പോയി ചെയ്യുവാണെങ്കിൽ പിന്നെ പോലീസ് ഒന്നും ഇല്ലല്ലോ കടലിൽ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ആരും പിടിക്കാനില്ല എന്നുള്ളതൊക്കെ അവർ കരുതുന്നത്. പക്ഷെ ഈ പോലീസുകാരുടെ കയ്യിലും ബോട്ടും കപ്പലൊക്കെ ഉണ്ടെന്ന് ഇവരൊന്നും ചിന്തിക്കേണ്ടതായിരുന്നു. അവിടെ നിന്ന് നേരെ പൊക്കി അറസ്റ്റ് ചെയ്തു. ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന വലിയ ആളുടെ മകൻ. 10-24 വയസ്സൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞത് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കരച്ചില്. അവനെ കൊണ്ട് ഒന്നും കഴിയാത്ത രീതിയിൽ വെറും ഒരു മാംസപിണ്ഡം പോലെ, ഒരു പഠിപ്പുമില്ല, ഒരു കഴിവുമില്ല, ഒരു കാര്യം വളർത്തിയെടുത്തിട്ടില്ല, ഒരു വായനയില്ല, ഒന്നുമില്ല, പഠനവും നടത്തിയിട്ടില്ല. വെറും അവന്റെ പിതാവിന് പൈസ ഉണ്ടെന്ന് വിചാരിച്ച് അതും എല്ലാം അടിച്ചു പൊളിച്ച് നടക്കുന്ന, ധനികനായതുകൊണ്ട് മാത്രം ആ ധൂർത്തപുത്രന്റെ കഥയിൽ പറഞ്ഞ പോലെ അതുപോലെ നടക്കുന്ന ഒരു മനുഷ്യൻ. ഇനി ഒരു കാര്യം ഒന്ന് ചിന്തിച്ച്, അവരുടെ ആ പിതാവ് ആ ഷാരൂഖ് ഖാൻ ഇത്രയും പൈസ ഇല്ലായിരുന്നെങ്കിൽ ആ മകൻ ആ വഴി പോകുമായിരുന്നോ? കർത്താവ് നൽകുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കും പ്രയാസങ്ങൾക്കായിട്ടും സ്തോത്രം പറഞ്ഞു നമ്മളും നമ്മുടെ തലമുറകൾ നിത്യതയിലേക്ക് എത്താൻ. നിത്യത വരെ ഈ വണ്ടി പോകണമെങ്കിൽ നമുക്ക് ഇന്നുള്ള നന്മകൾ കർത്താവ് നൽകുന്നുണ്ടെങ്കിൽ, 1 രൂപ കർത്താവ് നമ്മുടെ കൈ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. കാരണം ആ രൂപ തന്നിരിക്കുന്നത് നമ്മുടെ മക്കള്, അവരുടെ മക്കള്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവക്കക്കാര്, ഇവരെല്ലാവരും നോക്കിക്കൊണ്ടാ കർത്താവ് ആ 1 രൂപ നമ്മുടെ കയ്യിൽ തരുന്നത്. നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞ് തലമുറകള് വല്ലാതായി പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തലമുറകൾ അനുഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എന്നെ ഒന്ന് മാറ്റണം, എന്നെ ഒന്ന് ഒരുക്കണമേ, ആ അനുഗ്രഹം ഞാൻ പ്രാപിക്കാനായിട്ട്, അത് പ്രാപിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് എനിക്കൊരു കൃപ നൽകണം. ഒരിക്കലും ഒരു സഹോദരന് ജോലിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഭാരപ്പെട്ടു. അദ്ദേഹത്തിന് വിവാഹപ്രായമായി, പക്ഷെ ജോലി ഇല്ലാത്തതുകൊണ്ട് വിവാഹം നടക്കുന്നില്ല. ആകെ വളരെ പഠിപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് സഭയൊന്നിച്ചു പ്രാർത്ഥിച്ചു. ആ ഒരു യുവാവിന് ജോലി കിട്ടി. ജോലി കിട്ടിയ പിറ്റത്തെ ആഴ്ച മുതൽ പറഞ്ഞു, പക്ഷെ ഞായറാഴ്ച ദിവസം പാസ്റ്ററെ അവർ ഒഴിവ് തരത്തില്ല, അത് കാരണം ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ല. നിങ്ങൾ പറ, കർത്താവ് ആ ജോലി ചെയ്ത് കൊടുത്തത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ചിന്തിക്കണം. വന്ന വഴി ഒരിക്കലും മറക്കരുത്. ഡാനിയേലിനോട് പറഞ്ഞു, ഇനി കുറച്ചു കാലത്തേക്ക് ഈ രാജാവിനെ മാത്രം ആരാധിച്ചാൽ മതി, വേറെ ആരും ആരാധിക്കണ്ട. അങ്ങനെ ആരെങ്കിലും ആരാധിച്ചു കഴിഞ്ഞാണെങ്കിൽ അവർ സിംഹത്തിന്റെ കുഴിയിലിടണമെന്ന് ദാനിയേലിനോട് പറഞ്ഞു. ദാനിയേൽ എന്തുകൊണ്ടാ പിന്നെ ആരാധിച്ച് ആ ദൈവത്തെ? കാരണം ദാവീദിനെ അറിയാം, അന്ന് ഞാനിപ്പോ ആരാധിക്കാതെ എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, പക്ഷേ ഈ ശത്രുക്കൾ പിന്നെയും വേറെ എന്തെങ്കിലും പണി കൊണ്ട് വരും, അവരൊന്നും ചുമ്മാ ഇരിക്കത്തില്ല. അപ്പൊ അതിനകത്ത് പോലും രക്ഷപ്പെടണമെങ്കിൽ ഈ ദൈവത്തിന്റെ കൃപ വേണം. ആ കൃപയ്ക്ക് വേണ്ടി ദാവീദ് ഒന്ന് പ്രാർത്ഥിച്ചു. പറഞ്ഞതിന്റെ സാരി, എന്തു വന്നാലും ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ദൈവമക്കളാണെങ്കിൽ സഭയ്ക്കകത്ത് വരണം. ആമേൻ. ഹല്ലേലൂയ. കൃപ ചോദിക്കുക. ആമേൻ. നിങ്ങളുടെ ജോലിയിൽ പ്രയാസമാണെങ്കിൽ ഉപവസിക്കുക. ഒരു 3 ദിവസം ഉപവസിച്ചും കൊണ്ട് ആമേൻ നിങ്ങളുടെ മാനേജറോട് സംസാരിക്കുക. അവരോട് പറ, സാറേ ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ക്രിസ്ത്യാനി, എനിക്ക് ഞായറാഴ്ച ഒരു ദിവസം 3 മണിക്കൂർ എനിക്ക് നൽകണം. ആ 3 മണിക്കൂർ എനിക്ക് ആരാധനയ്ക്കായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ നിലനിർത്തി
ഒരു ദൈവമാണ്. ആമേൻ. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നിന്ന് കർത്താവ് ഇത്രത്തോളം എത്തിച്ച് അവൻ എത്രത്തോളം നന്മ നൽകിയതാ. എനിക്ക് ഒരു അർഹത ഉണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് ആരെങ്കിലും എന്നോട് പറയുമായിരുന്നു ജർമ്മനി പോകുമെന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. ആമേൻ. 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കത്തില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് നിന്ന് കർത്താവ് എനിക്ക് വിശാലത വരുത്തി എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. ആമേൻ. ആ ദൈവത്തോട് എനിക്ക് ആരാധിക്കണമെന്ന് ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ രാത്രികാലം വിളിച്ചു പറയുന്നു, കൃപ പ്രാപിച്ച് നീ പോവുകയാണെങ്കിൽ കർത്താവ് നിനക്കായിട്ടുള്ള വഴി ഒരുക്കും, ആരാധിക്കാനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കും. അത് മാത്രമല്ല, മാനേജർ വരെ നിന്നോട് പറയും, ഓ ഞങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണേന്ന് വരെ അവർ നിന്നോട് പറഞ്ഞേക്കും. കാരണം എന്താ? രക്ഷ എന്നുള്ളത് യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അവര് വേറെ എവിടെ പോയാലും ഈ മാനേജർക്കും ഏത് മുതലാളിക്കും അറിയാം, അവന്റെ കഴിവ് കൊണ്ടല്ല, അവന്റെ സമ്പത്ത് കൊണ്ടല്ല, അവന്റെ ഒരു ബുദ്ധി കൊണ്ടോ അല്ല പോകുന്നത്. എല്ലാം ഒരു വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് എല്ലാ മുതലാളിമാർക്കും അറിയാം, എല്ലാ മാനേജർമാർക്കും അറിയാം. കാരണം കഷ്ടതകൾ അവർ കണ്ടിട്ടുണ്ട്. നിങ്ങളെ എടുത്തിട്ടുള്ള കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അവർ കണ്ടിട്ടുണ്ട്, അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാം കണ്ടിട്ടുണ്ട്. അവർക്കൊണ്ട് അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇതൊന്നും ആളുകളുടെ ബലം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഏതൊരു വലിയ ശക്തിയുണ്ട്, ഒരു ബലമുണ്ട്, അവരുടെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ രാത്രികാലം വിളിച്ചു പറയട്ടെ, നീ ചെയ്യുന്ന ജോലിക്കകത്ത്, ആ ജോലി സ്ഥാപനത്തില്, നീ പഠിക്കുന്ന സ്കൂളിനകത്ത് നീ ഒരു സാക്ഷ്യമായിരിക്കണം. നിന്നുള്ളിലൂടെ അനുഗ്രഹങ്ങള് വിടുതലുകൾ സംഭവിക്കും. അതിനായി നിന്നെ തന്നെ ഒരുക്കി വെക്കണം. അതിനകത്ത് ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത്, ഉപവാസ പ്രാർത്ഥന ഉപേക്ഷയായി വിചാരിക്കരുത്. സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിന് അവരോട് സംസാരിച്ച് അവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ എന്നെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്, ഒരു യേശു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ വഴിയും ശരിയാകുമെന്ന് പറയുവാനുള്ള ഒരു കൃപ പ്രാപിക്കുക. അങ്ങനെ പ്രാപിക്കുകയാണെങ്കിൽ നീ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ ഹന്നായുടെ ദൈവം ഇന്നും ജീവിക്കുമെന്ന് ഈ രാത്രികാലം പറയട്ടെ. ദൂതേറ്റെടുക്കുന്നവർക്കായ സ്തോത്രം. ഒന്ന് ചോദിച്ച ഹന്നായിക്ക് മൊത്തം 6 കുഞ്ഞുങ്ങളെ നൽകിയ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്തെങ്കിലും തടസ്സം വരുവാണെങ്കിൽ ഓർത്തോണം, ഒരു ശമൂവേല് വെളിപ്പെടാനുണ്ട്. കർത്താവേ, ആ ശമൂവേലിനെ വെളിപ്പെടുത്തി നൽകണം എൻ്റെ ജീവിതത്തിൽ. ആ ശമൂവേലിനെ, ആരാധനയ്ക്ക് പോകാനുള്ള ശമൂവേലിനെ, ദൈവത്തിനുള്ളത് കൊടുക്കാനുള്ള ഒരു ശമൂവേലിനെ, സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ള ഒരു ശമൂവേലിനെ എന്നിൽ നിന്ന് വെളിപ്പെടുത്തണേ എന്നൊരു പ്രാർത്ഥന. ഞാൻ പോകുന്ന ജോലി സ്ഥലത്ത് എനിക്ക് ധൈര്യത്തോടുകൂടെ ഹല്ലേലൂയ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ശമൂവേലിനെ എന്നിൽ വെളിപ്പെടുത്തണേ. അതിനെ വെളിപ്പെടുത്തണേ. എന്റെ വിശ്വാസം ഗർഭം ധരിച്ച് ആ ഒരു ശമൂവേലിനെ പ്രസവിക്കുവാനായിട്ടുള്ള ഒരു കൃപ. ഇപ്പോൾ അടച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ ഞാൻ തന്നെ ഗർഭം അടച്ചിരിക്കുന്നത്, അതിൽ നിന്നൊരു വിടുതല് കർത്താവ് എൻ്റെ ഉള്ളിൽ നിന്നൊരു ശമൂവേല് വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു മനസ്സെനിക്ക് വരണം. ഹല്ലേലൂയ. അഭിഷേകത്തോടുകൂടെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ആരാധിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയിൽ ദൈവം പറയുന്ന പ്രമാണത്തിലൂടെ പോകുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം കർത്താവ് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു നിലവാരത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ. ആ ശമൂവേല് വെളിപ്പെട്ട് വരുമ്പോൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് അതെന്റെ കൂടെ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ശമൂവേലിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ കൂടി വായിക്കും. പിന്നെ എൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാഗവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ട് പോരാം എന്ന് പറഞ്ഞു. തുടർന്ന് അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുലകുടി മാറും വരെ താമസിക്കാം, യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. മതി. ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, തലമുറകളെ ദൈവത്തിലേക്ക് നടത്തുന്ന കുടുംബങ്ങൾ. ഹന്ന പ്രാർത്ഥിച്ചു. ഹന്നയെ കുറിച്ച് നമ്മൾ എല്ലാവരും പറയുന്നത്, പക്ഷെ അതിനോട് കൂടെ ചേർത്ത് പറയേണ്ട ഒരാൾ കൂടി ഉണ്ട്, എൽക്കാന. കാരണം എന്താ? ഹന്നയുടെ ഭർത്താവായ എൽക്കാന ഈ കാര്യങ്ങളിൽ വളരെ ചിട്ടയായിട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഹന്നായുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു കാര്യം മാത്രമല്ല, അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു തരത്തിലായിരുന്നു എൽക്കാനായി പ്രാർത്ഥനയിലേക്ക് വന്നത്. അതുകൊണ്ടാണ്
ഹന്നായ്ക്ക് എൽക്കാനായോട് ഒഴിവൊഴിവ് പറയേണ്ടത്. കാരണം എൽക്കാന നോക്കൂ, ഹന്ന വരുന്നില്ലേ, എന്ത് നമ്മൾ പോകുന്ന കാര്യമാണ്. നിർബന്ധം എവിടെന്നാ വരുന്നത്? എൽക്കാനയുടെ കയ്യിൽ നിന്നാണ് നിർബന്ധം വരുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, സഹോദരിമാര് പ്രാർത്ഥിക്കാനൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കും, പക്ഷെ സഹോദരന്മാർക്ക് എന്തോ ചെറുതായിട്ടൊരു ചെറിയൊരു റിവേഴ്സ് ഗിയർ. അപ്പോൾ ആ ഒരു കാര്യം പാടില്ല എന്നായി പറഞ്ഞതിന്റെ സ്ഥാനം തലമുറകളെ നടത്തേണ്ടത് ഒരുമിച്ച. പിതാവും മാതാവും ഒരുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും, ഒരുപോലെ മക്കളെ നടത്താനും, ഒരുപോലെ അവരെ മീറ്റിങ്ങിന് കൊണ്ടുവരാനും, ഒരുപോലെ അവർ ഉപവാസത്തിന് ഇരുത്താനും, ഒരുപോലെ അവരെ ഞായറാഴ്ചയ്ക്ക് കൊണ്ടുപോകാൻ എല്ലാം ശ്രമിക്കണം. ഈ മാതാക്കളോടും പിതാക്കളോടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ മുഖത്തിലെ ചെറിയ ചെറിയ ആ ഒരു മുഖത്തിന്റെ എക്സ്പ്രഷൻ പോലും, മുഖത്തിലുള്ള ആ എന്താ പറയുന്നേ ഭാവങ്ങൾ പോലും മക്കള് പിടിച്ചെടുക്കും. ഒരു ദിവസം മഞ്ഞ് പെയ്യുന്ന സമയത്ത് ആരാധനയ്ക്കുള്ള സമയമായി. അപ്പൊ നിങ്ങളുടെ മുഖത്ത് ഇന്ന് ആരാധനയ്ക്ക് പോകണമല്ലോ എന്നുള്ള ഒരൊറ്റ എക്സ്പ്രഷൻ മതി മക്കളുടെ ഉള്ളിൽ അത് രജിസ്റ്റർ ആവും. ആരാധന എന്ന് പറഞ്ഞ വലിയ ഗുണമുള്ള സാധനമല്ല, അതൊരു കുഴപ്പം പിടിച്ച പരിപാടി, ഇതിനായിട്ട് നമുക്ക് പോകണം. അവരുടെ മനസ്സ് എന്ത് പറ്റും, അതിനകത്ത് അടഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് മാതാക്കളോടും പിതാക്കളോടും പ്രത്യേകം പറയണം. അതുപോലെ ഇത് ഗ്രഹിക്കാൻ പ്രായമായിട്ടുള്ള എല്ലാ യുവാക്കന്മാരോടും പറയുക, നിങ്ങളും ഒരു കാലത്ത് മാതാക്കളും പിതാക്കളും ആകുമ്പോൾ നിങ്ങളുടെ ഓരോ ഭാവങ്ങളും കർത്താവിനെ കുറിച്ച്, വചനത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച്, മീറ്റിങ്ങിനെ കുറിച്ച് അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ. നിങ്ങളുടെ മുഖത്തിൽ നിന്ന് ഒരു അഭിപ്രായം പോലും, കർത്തൃദാസന്മാരെ കുറിച്ച് പോലും നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ വെച്ച് പറയുന്നതെല്ലാം അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവരുടെ ഹൃദയത്തിൽ ആ ഒരു ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിനകത്തും ഫ്രാക്ചർ ഉണ്ട്, ഹൃദയത്തിനകത്തൊരു ഫ്രാക്ചർ. ഹല്ലേലൂയ. നമ്മള് പുറമേ കാണിക്കുന്ന കാര്യങ്ങളല്ല മക്കൾ നോക്കുന്നത്. അവര് ശരിക്കും, മക്കൾക്ക് അങ്ങനെ ഒരു കഴിവ് കർത്താവ് കൊടുത്തിട്ട് എല്ലാം അങ്ങ് ഗ്രാസ്പ് ചെയ്യുക. പറയുന്ന കാര്യങ്ങളല്ല അവർ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ബോഡി ലാംഗ്വേജാ. ഏത് ടോണിൽ നമ്മൾ പറയുന്നു, നമ്മളത് ദേഷ്യം കൊണ്ടാണോ പറയുന്നത്, സ്നേഹം കൊണ്ടാണോ, ഉത്സാഹത്തോടു കൂടെയാണോ? ആ ഉത്സാഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഏത് കാര്യം ഉത്സാഹത്തോടു കൂടെ ചെയ്യുന്ന നോക്കിയാൽ അവർ ആ ഉത്സാഹം ഏറ്റെടുക്കും. അത് ഏത് പണിയാണ്, ഏത് ജോലിയാണെന്നൊന്നുമില്ല, അതെല്ലാം അവരങ്ങ് ഏറ്റെടുക്കും. ആ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. നമ്മുടെ ആ ഒരു ഉത്സാഹം കണ്ടുകൊണ്ട് അവർ പഠിക്കുന്നത്. നമ്മുടെ ആ ഉത്സാഹം കാണിക്കുന്ന പോലെ ഇരിക്കും തലമുറകളും ആ ഉത്സാഹത്തിലൂടെ കടന്നു വരുന്നത്. അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പറഞ്ഞത് ഹന്ന മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, എൽക്കാനയും അതുപോലെ ഹന്നാവിനോട് ചോദിക്കായിരുന്നു, ഹന്ന എന്താ വരാത്തത്? അതുകൊണ്ട് ഹന്ന എത്രയും വലിയ മറുപടിയൊക്കെ പറയാനുണ്ടായിരുന്നത്. അപ്പോ എൽക്കാന പറഞ്ഞു, എന്നാ ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ, കുഴപ്പമില്ല. അതിന്റെ അർത്ഥം എന്താ? ഫാദർ ഇസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ആ പിതാവ് തന്നെ അവിടെ ആ ഒരു നിയന്ത്രണത്തിൽ കാര്യങ്ങൾ എടുക്കണം. പിതാവ് ആ ഭവനത്തിന്റെ പാസ്റ്റർ. ആ നിലവാരത്തിൽ വേണം പ്രാർത്ഥിക്കണം. പരീക്ഷ വരുമ്പോ ആ മക്കള് തന്നെ പിതാവിന്റെ അടുത്ത് വന്ന്, ഉപ്പാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പരീക്ഷയുണ്ട്, പ്രാർത്ഥിക്കും, തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് മക്കള് തന്നെ ചോദിക്കണം. അതുപോലൊരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഉള്ളിൽ കണ്ടെങ്കിലേ അവരതങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചാലൊന്നും അവര് പറഞ്ഞു പഠിപ്പിച്ചാൽ ചെയ്യുമായിരിക്കും, മനസ്സിന്റെ അകത്തൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ പിതാക്കന്മാരെടുക്കണം, ആ ഒരു തീരുമാനത്തിലേക്ക് അങ്ങ് വരണം. അതിലേക്ക് വരുമ്പോ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരും. ആ ഒരു ശമൂവേലിനെ കർത്താവ് അവിടെ പ്രവാചകനായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അനേകം തലമുറകളെ നൽകും. മുന്നോട്ട് പോകാം. ഇനി ആ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നതിനും ഒരു വ്യാപാര ശക്തി, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി. ഈ വ്യാപാര ശക്തിയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടക്കുന്നത്. ഈ വ്യാപാര ശക്തി രണ്ട് തരത്തിലുണ്ട്. ശത്രുവിന്റെയും സാത്താന്റെയും വ്യാപാര ശക്തി ഉണ്ട്, ദൈവത്തിന്റെയും ഉണ്ട്. നമുക്ക് വായിക്കാം 2 തെസ്സലോനി അതിന്റെ 2:9 വാക്യം. 2 തെസ്സലോനി 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. സകല അടയാളങ്ങളും വഞ്ചനയും ആര് കാണിക്കും? ഈ സാത്താന്റെ വ്യാപാര ശക്തി കാണിക്കും. ഇത് പറയുന്നതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തു വെളിപ്പെടുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്.
അപ്പൊ ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? സാത്താന്റെ വ്യാപാര ശക്തിയിലൂടെയും അടയാളങ്ങളൊക്കെ സംഭവിക്കും. ഈ ബാബമാരും മറ്റുള്ള ഭൂതവും ഈ കൂടോത്രവും മന്ത്രവാദം വെച്ച് ചെയ്യുന്നവരെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നവരാ. ഈ അടയാളങ്ങളൊക്കെ കാണിക്കുന്നത് ഏത്? നമ്മുടെ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ പോയപ്പോ മന്ത്രവാദികളൊക്കെ അവരുടെ വടിയും സർപ്പമാക്കി മാറ്റി. ഈ വ്യാപാര ശക്തികളൊക്കെ എന്തിന്റെ അടയാളങ്ങളായിരുന്നു? വാഗ്ദത്തമുള്ള ദൈവമക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ തുടർന്ന് തന്നെ കൊണ്ടുപോകാനുള്ള വ്യാപാര ശക്തികളായിരുന്നു. അതുകൊണ്ട് ആ അത്ഭുതങ്ങളെ അവിടെ കാണിച്ചുകൊണ്ട് ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത്. ഇനി അടുത്ത് വായിക്കാം, അതിന്റെ 12-ാമത്തെ വാക്യം. ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആമേൻ, ആമേൻ. ഇങ്ങനെ സാത്താന്റെ ആ വഴിയിൽ നടക്കുന്നവർക്ക് ആരാ അയക്കുന്ന? ഭോഷ്കിന്റെ ആത്മാവ്, കർത്താവ് തന്നെ അവർ ഭോഷ്കിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ? വ്യാപാര ശക്തി സാത്താന്റെയും വശത്തു നിന്ന് സാത്താന്റെ രീതികളില് ആൾക്കാരെ മുക്കിക്കളയുന്ന രീതിയിലുണ്ട്. പക്ഷെ സ്നാനപ്പെടുന്നത് നമുക്ക് ഏതാ ഉള്ളേ? നമുക്കത് വായിക്കാം. കൊലോസ് ലേഖനം 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആമേൻ. അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്നാനപ്പെട്ടത് വഴി യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അവന്റെ ഒരു വ്യാപാര ശക്തി നമ്മുടെ ഉള്ളിലും പ്രവർത്തിച്ച് നമ്മളെ അങ്ങ് ഉയർപ്പിക്കും. ആ വ്യാപാര ശക്തി നമ്മളിൽ ഉള്ളത് കൊണ്ടാ ഈ ശത്രുവിന്റെ ഒരു വ്യാപാര ശക്തി നമ്മുടെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റാതെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു ഇടത്ത് കാല് കുത്തുമ്പോൾ നമ്മൾ മാത്രമല്ല കാലുകുത്തുന്നേ, സ്നാനപ്പെട്ട ദൈവമക്കള് ആ സ്നാനപ്പെട്ടതിന് ശേഷം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി കൂടി അവിടെ കാലുവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്താൽ ജർമ്മനിയുടെ അല്ല യൂറോപ്പിന്റെ സകല ദേശങ്ങളിലും പോയി നീ കാല് കുത്തിയിട്ട് അങ്ങ് പറ, ആമേൻ, എന്നിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ കൽപ്പന പ്രമാണിച്ചു, യേശു ക്രിസ്തു കർത്താവും ദൈവവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് വാഗൊണ്ട് ഏറ്റുപറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ആമേൻ. അതിനുള്ളിലൂടെ എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഇവിടെ വെളിപ്പെട്ട് വരണമേ, ഈ ദേശത്ത് വെളിപ്പെട്ട് വരണമേ, ഈ ദേശത്ത് വിടുതലയക്കണമേ, ഈ ദേശത്തെ ഉയർപ്പിക്കണമേ. ഇവര് നശിച്ചു പോകാൻ പോവുകയാ. അധർമ്മമൂർത്തി വെളിപ്പെടുമ്പോൾ ഇവരെല്ലാവരും അവരുടെ കൂടെ ചേർന്നുകൊണ്ട് നശിക്കാൻ പോവുകയാ. പക്ഷെ ഇതിൽ നിന്ന് എനിക്കൊരു വലിയ കൊയ്ത്തിനെ നൽകണമേ. അതുകൊണ്ട് വിശ്വാസത്താല് നിങ്ങളുടെ ഉള്ളിൽ നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ നിങ്ങൾ കുറഞ്ഞു കാണല്ലോ. സ്നാനപ്പെടുമ്പോൾ ഒരു വ്യാപാര ശക്തി നിങ്ങളുടെ ഉള്ളിലൂടെ അങ്ങ് പ്രവർത്തിക്കുക. കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ കർത്താവിനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചു. ആ വ്യാപാര ശക്തി നിങ്ങളിലൂടെ പ്രവർത്തിക്കുക. ആ വ്യാപാര ശക്തിയാ നിങ്ങളെ മുന്നോട്ട് നടക്കുന്നത്. ചേർത്ത് വായിക്കാം, ഫിലിപ്പിയുടെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. ഫിലിപ്പി 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആമേൻ, ആമേൻ. സകലത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയുള്ള ഒരു വ്യാപാര ശക്തിയാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് മുകളിൽ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ UP-യിൽ ഇരിക്കുന്നത്? നിങ്ങൾ കേട്ട് കാണും UP-യിലകത്ത് എന്തൊക്കെ പറയാം. പക്ഷെ എന്നെ, ആമേൻ, ഹല്ലേലൂയ, എന്നെ ബലപ്പെടുത്തുന്ന വാക്യങ്ങൾ ഏതാ? കർത്താവിന്റെ ഒരു വ്യാപാര ശക്തി ഉണ്ടെന്നെ. അതിനെന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ ജയിലിലാവുകയാണെങ്കിൽ ജയിലിൽ അങ്ങ് സുവിശേഷം പറയണം, അതിനകത്തുള്ള ആൾക്കാരെ അങ്ങ് നമ്മൾ കർത്താവിലേക്ക് നടത്തണമെന്നേ. അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം? ആമേൻ, സകലത്തിനെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളൊരു ആമേൻ വ്യാപാര ശക്തി കർത്താവ് നിനക്ക് നൽകിയിരിക്കുക. നീ ഒരു ദേശത്ത് പോ, നീ ഒരു കുടുംബത്തിൽ പോ, നിന്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി, നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി, നിന്റെ ജോലിയുള്ളവർക്ക് വേണ്ടി, നിന്റെ കൂടെ പഠിക്കുന്നവർക്ക് വേണ്ടി നീ അങ്ങ് പ്രാർത്ഥിക്കുക. നിന്റെ ഉള്ളിലുള്ള വ്യാപാര ശക്തി അങ്ങ് വ്യാപരിക്കാൻ തുടങ്ങും. ആമേൻ. സകലത്തിനെയും കീഴ്പ്പെടുത്തുന്ന ആ വ്യാപാര ശക്തി എല്ലാത്തിനും രൂപാന്തരപ്പെടുത്തും. നമ്മളെയും രൂപാന്തരപ്പെടുത്തും, അവരെയും രൂപാന്തരപ്പെടുത്തും. അങ്ങനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും നിത്യതയിലേക്ക് നടത്തുന്ന ഒരു വ്യാപാര ശക്തിയാ. ചേർത്ത് വായിക്കാം, ആ ഫിലിപ്പിയരുടെ 3:19 കൂടി ഒന്ന് വായിക്കണമേ. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു.
ആമേൻ, ആമേൻ. ലജ്ജയായതില് അവര് മാനം കാണുന്നു. നമ്മുടെ ലോകത്തിന് ചുറ്റും നോക്കുമ്പോൾ ലജ്ജയായതില് മദ്യപിക്കുന്നത് ഒരു ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരീരത്തെ നശിപ്പിക്കുന്ന, മനസ്സിനെ വേറൊരു തരത്തിലാക്കിയിട്ട് പാപത്തിലേക്ക് നടത്തുന്ന, ഈ ദൈവം അവന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ഈ ശരീരത്തെ കോടിക്കളയുന്ന ഒരു വസ്തു ആ മദ്യം. ആ മദ്യപിച്ചവൻ വഷളനായി സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന, പക്ഷെ ഇതിവിടെ എന്തായി? അത് മാന്യതയായി കൊണ്ടു നടക്കുന്ന ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതൊരു നല്ല രീതിയിൽ കാണിക്കുന്ന മാധ്യമങ്ങൾ, അവർക്ക് ലജ്ജയായതിലേക്ക് മാനം കാണുക അവര്. അതുപോലെ വസ്ത്രധാരണ രീതികൾ, പ്രോഗ്രസീവ് എന്താണെന്നുള്ളത് നിർവചനം അവർ തന്നെ നിശ്ചയിച്ച് അതിനായിട്ട് അവരോരോന്ന് ഉണ്ടാക്കി കൂട്ടി അത് മറ്റുള്ളവരെ കൊണ്ട് ധരിപ്പിച്ച് മ്ലേച്ഛമായ രീതിയിൽ നടത്തി അത് ലജ്ജയായതിനെ മാനമാക്കി കളയുന്ന ഒരു തലമുറയ്ക്കിടയിൽ ആമേൻ ഒരു വ്യാപാര ശക്തിയെ വഹിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുക. ആ വ്യാപാര ശക്തി സകലതിനെയും കീഴടക്കും. ആമേൻ നിങ്ങൾക്കെതിരെ വരുന്ന, ആമേൻ നിന്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്ക് വ്യത്യാസം കൊണ്ടുവരും. ആരെന്തൊക്കെ പറഞ്ഞോട്ടെ, അതിനെയെല്ലാം കീഴടക്കുന്ന വ്യാപാര ശക്തി ഉണ്ടെന്ന് ഈ പറഞ്ഞതിന്റെ എല്ലാം സാരം. അതുകൊണ്ട് നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള അവന്റെ വ്യാപാര ശക്തി ആമേൻ ഇന്ന് രാത്രി നിങ്ങളിൽ എല്ലാവരിലും വെളിപ്പെട്ടു വരികയാണ്. ആമേൻ ആ വ്യാപാര ശക്തിയിൽ നിങ്ങൾ അങ്ങ് സന്തോഷിക്കുക. ഇന്ന് രാത്രികാലം നിങ്ങൾ ഇത്രയും കേട്ടില്ലെങ്കിലും ഒരൊറ്റ കാര്യം കേൾക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത് വഴി ഒരു വ്യാപാര ശക്തി നിങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ പ്രവൃത്തി നിന്റെ ജീവിതങ്ങളിൽ ആകുവാൻ വേണ്ടി നീ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരട്ടെ. ആമേൻ, കുടുംബമായി തലമുറകളെ വാർത്തെടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരട്ടെ. ഇങ്ങനെ ചെയ്യുകയാണ് ആമേൻ നിന്റെ തലങ്ങളെ കർത്താവ് മാറ്റും, അനുഗ്രഹത്തിലേക്ക് നടത്തും, വിശാലതയിലേക്ക് നടത്തും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രികാലത്തിനായ സ്തോത്രം അനുഗ്രഹിക്കണമേ. കേട്ട ദൂതുകൾക്കായി സമർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപ, വചനം ധ്യാനിക്കുവാനുള്ള കൃപ എല്ലാവർക്കും നൽകുമാറാകണേ. വിടുതലുകളെല്ലാം കൽപ്പിക്കണമേ. ഈ ദിവസങ്ങളിൽ യഹോവ എന്നിസിയുടെ വിജയക്കൊടി ആമേൻ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ കാണുവാൻ അങ്ങ് സഹായിക്കണം. പ്രാർത്ഥനയായിട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച കർത്തൃദാസനും കുടുംബത്തിനും എല്ലാ സഭയ്ക്കും എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.